ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കണം. ഞങ്ങൾ സുഖമായിട്ടിരിക്കാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വെച്ചാൽ ഞങ്ങൾ ടൗണിലേക്ക് ഒന്ന് പോയതാണ്. പോയി വരുമ്പോൾ ഞങ്ങൾ നേരെ പുത്തലൂർക്കൊന്ന് പോയി. പുത്തലൂർ മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ടൗണിൽ നിന്ന് വരുന്ന വരെ മീനിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വീടിൻ്റെ അവിടേക്ക് എത്താറായപ്പോഴാണെന്നാ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് പുത്തലൂർ പോയി. പുത്തലൂർ പോയി നോക്കിയപ്പോൾ 2-3 സ്ഥലത്ത് കയറി. അവിടെയൊക്കെ ചാള നോക്കിയപ്പോൾ 320 പറയുന്നുണ്ട്, 300 പറയുന്നുണ്ട്, 340 പറയുന്നുണ്ട്. പലതരത്തിലുള്ള വിലകളാണ്. പക്ഷെ മീനൊക്കെ ഒരേ സെയിം മീനാണ് കണ്ടിട്ട് തോന്നിയത്. ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോന്നിട്ട് തിരിച്ചു പോകുന്നു. ഇനി വേറെ അവിടെ നെല്ലികുന്നത്തിൽ കിടന്ന് അവിടെ പോയത് എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് അങ്ങനെ കുറെ നാളായിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അപ്പം അത് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ട് പാരൻസിനൊക്കെ ഈ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്ന സംഭവം കുറേ നാളായിട്ട് മനസ്സിലിങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ് പറയാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ശ്രദ്ധിക്കും. പാരൻസിന് ഐസ്ക്രീം മേടിക്കുന്ന സമയത്ത് എല്ലാവരും ഒരു ഡയലോഗാണ്, ഇവർ വാനില മാത്രമേ കഴിക്കുള്ളൂ, അവർക്ക് അത് മതി. എന്താ അവർക്ക് മറ്റുള്ള ഐസ്ക്രീം ഒന്നും കഴിച്ചാൽ പറ്റില്ലേ? അപ്പോൾ അവര് കുട്ടികൾ ഏത് ഐസ്ക്രീം പറഞ്ഞാലും അവർ മേടിച്ചു കൊടുക്കും. അതുപോലെ ഭാര്യ ഏത് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുക്കും. വേറെ കസിൻസ് ആരാ കൂടുതൽ അവർക്കൊക്കെ. പക്ഷെ ഇവര് അച്ഛൻ്റെ അമ്മയുടെ കാര്യം വരുമ്പോൾ അവർക്ക് വാനില മാത്രമേ അത് മതി എന്ന് പറഞ്ഞു വാങ്ങിക്കും. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അവർക്കും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, മറ്റുള്ള ഐസ്ക്രീമൊക്കെ ടേസ്റ്റ് നോക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം കുറേ ഇങ്ങനെ കണ്ട കാരണം കൊണ്ട് ഇങ്ങനെ പറയണം തോന്നിയതാണ്. അവര് എപ്പോഴും വാനില ഐസ്ക്രീം കഴിച്ച് അവർക്ക് വാനില മാത്രം മതി എന്നുള്ളൊരു ധാരണയാണ് അവർക്ക് എപ്പോഴും. പക്ഷെ അവരത് നമ്മൾ പറഞ്ഞത് അവർക്ക് ഐസ്ക്രീം കഴിച്ചു നോക്കും, പക്ഷെ അവര് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവരത് കഴിക്കും. പക്ഷെ ഇതല്ല കേട്ടോ രസം. എന്താ വെച്ചാല് അവര് പറയുണ്ടാവും അവര് അവക്കാട് നല്ല ടേസ്റ്റ് ഉണ്ടാവൂലേ, അവക്കാട് ടേസ്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ചക്ക കഴിക്കായിരുന്നു, അല്ലെങ്കിൽ അൽഫോൺസോ മാംഗോ കഴിക്കായിരുന്നു, ചോക്ലേറ്റ് എങ്ങനെ, ഇതൊക്കെ ഇവര് പറയുന്നുണ്ട്, പേരൻസ് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇവരുടെ കൂടെയുള്ള വാങ്ങിച്ചു കൊടുക്കുന്ന ആൾക്കാർ പറയണത് അതൊന്നും വേണ്ട, നിങ്ങൾ വാനില കഴിച്ചാൽ മതി. അതെന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയണത്? നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ മേടിച്ചു കൊടുക്കാനുണ്ട്. അതായത് കുട്ടികൾ കാരണം നിങ്ങൾക്ക് കുട്ടികൾക്കായാലും റെയിൻബോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും ഈ കുട്ടികൾക്കൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ വാനിലയ്ക്ക് വില കുറവിന്റെ കാര്യമാണോ നിങ്ങൾ നോക്കണത്? അതായത് വാനില വില കുറവ്, ഇതൊക്കെ ഇവര് കഴിച്ചാൽ മതി എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. കാരണം ചിലരൊക്കെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് അവരോട് പറയും ഈ ഐസ്ക്രീം ഒന്ന് കഴിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മേടിച്ച് കൊടുക്കണം. അതായത് കരിക്കിൻ്റെ അല്ലെങ്കിൽ അവക്കാട് അല്ലെങ്കിൽ വേറെയുള്ള ഫ്ലേവേഴ്സൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം. ഇതാകെ കൂടി പറയണത് ഇവർ ഒന്നോലെ ചോക്കോബാർ അല്ലെങ്കിൽ വാനില, ഇതിനും രണ്ടിനും വില കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് അത് മാത്രം മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമാവും. കാരണം വെച്ചാൽ പാവം തോന്നാറുണ്ട് ഞങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ വിഷമമൊന്നും ആർക്കും തോന്നരുത്. ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറേ ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ സങ്കടം തോന്നി പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വർത്താനത്തിൽ നിന്ന് വല്ല വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, എന്താ ഇവളിങ്ങനൊക്കെ ഇരുന്ന് വർത്താനം പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം വിഷമം തോന്നിയിട്ട് പറയണണ്ട. അപ്പോൾ നിങ്ങൾ അവരൊരും കൂടി ഒരു ഇഷ്ടം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ഉപകാരവും. അപ്പോൾ പൈസയുടെ കാര്യം നിങ്ങൾ നോക്കരുത്. പൈസ വാനിലേക്ക് വില കുറവെന്ന് പറഞ്ഞിട്ട് പൈസയുടെ കാര്യം മാത്രം നോക്കരുത്. അവർക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീമുകൾ മേടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ നെല്ലിക്കുന്നത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മീൻ മേടിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒന്ന് നിങ്ങളിതൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. നീ എപ്പോഴും ഏതെങ്കിലുമൊക്കെ പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മുടെ ഐസ്ക്രീം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത് അച്ഛനമ്മമാർ കൂടെ ഉണ്ടെച്ചെങ്കിൽ അവർക്ക് ഏതാ വേണ്ടതെന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ഉപകാരവും അല്ല, വലിയൊരു കാര്യവും. അവർ ചിലപ്പോൾ പറയും വേണ്ട അത് മതി എന്ന് പറയും. അവരെ മനസ്സിൽ കഴിക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള കാരണം കൊണ്ടാണ് പറയണത് കേട്ടോ. അപ്പോൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കുന്നൊരു കാര്യമാണ്, ഇതൊന്ന് പറയണമെന്ന്. പിന്നെ വീഡിയോയുടെ
പറ്റാത്ത കാരണം കൊണ്ട് വൈകി പോയതാണ് പറയാനായിട്ട്. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ നെല്ലികുന്നത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ മീൻ മേടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മീൻ ഏത് മീനുള്ളത് ഞങ്ങൾ ഇവിടേക്ക് വരാറുണ്ട് മീൻ മേടിക്കാനായിട്ട്. തിരക്കൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ പകയുടെ അഭിപ്രായം തൊട്ടാ നമ്മള് നമുക്കൊന്ന് അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമുക്ക് ഇത് ഇന്നത് കഴിക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അത് കാണിച്ചു കൊടുത്ത മീൻ കാണിച്ചു കൊടുത്ത രണ്ട് മൃഗം ഇപ്പുറത്തെ അല്ല അപ്പൊ ശരി, ഓക്കെ ബൈ. അപ്പോൾ അങ്ങനെ ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു. അപ്പൊ അങ്ങനെയാണ് വിശേഷങ്ങളെന്ന് പറയാ. ഇവിടെ നെല്ലികുന്നത്ത് ചാട്ട നമ്മുടെ കച്ചവടങ്ങുണ്ട് 240 രൂപ. ഇവിടെ മീന് ഇവിടെ ചാളക്ക് 240. ചാള അടിപൊളി ചാള 240 രൂപ. ഏത് വല്ലാണ്ട് ലാഭം എടുക്കണില്ലേ കക്ഷി. അപ്പൊ ചില സ്ഥലങ്ങളില് അങ്ങനെ മീന് പറഞ്ഞ പല സ്ഥലങ്ങളില് പല റേറ്റാ. പക്ഷെ ഞങ്ങളിപ്പോ കേറിയ കുട്ടലൂര് പോയ 3 കടകളും ഒരേപോലത്തെ മീനായിട്ട് ഞങ്ങൾക്ക് കണ്ടത്. പക്ഷെ ഒരു വിലകൾ മാത്രമേ വ്യത്യാസം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചാള കഴിച്ചാൽ മതിയാവുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ചാള അന്വേഷിച്ച് നടക്കുന്നത്. ഇന്ന് ചാള ലാസ്റ്റ് കിട്ടി. അപ്പോൾ വേറെന്തിട്ടാ വിശേഷം? അതേ ഞങ്ങളിത് സച്ചുമോള് ഇവിടെ ഇരിക്കുന്നുണ്ട്. സച്ചുമോൾ മാറുന്നു. സച്ചുമോൾക്ക് നാണാ വീഡിയോയിലൊക്കെ വരാനായിട്ട്. സച്ചുമോൾക്ക് ഭയങ്കര നാണാ ഗൈസ്. സച്ചുമോൾക്ക് ഭയങ്കര നാണാണ്. സച്ചൂസിന് ഭയങ്കര നാണക്കാരി. അപ്പോൾ അങ്ങനെയാണ് വിശേഷങ്ങളെന്ന് പറയാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴക്കാലമൊക്കെയാണ്. ഓരോ സ്ഥലങ്ങളിലും ഓരോ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. കാരണം ഞങ്ങളുടെ ഇവിടങ്ങളിലൊന്നും വെള്ളം കയറുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്ത തൃശ്ശൂർ ഞങ്ങൾ താമസിക്കുന്നിടത്തൊന്നും വെള്ളത്തിന് പ്രശ്നമില്ല. പക്ഷേ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ അത്രയും വേഗം അവർക്ക് അതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം എല്ലാവരും സേഫായിട്ടിരിക്കുക. അങ്ങനെ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക് യു.